പ്രകൃതിയെ സ്നേഹിക്കുക എന്ന ലക്ഷ്യത്തോടെ ലക്ഷ്മി നാച്ചുറൽ എന്ന സ്ഥാപനം കുഴുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS നിവിനും വാർഡ് മെമ്പർ ലിജി എന്നിവരുടെയും നേതൃത്വത്തിൽ ഉദ്ഘാടനം നടന്നു. ഇനി നമുക്ക് തിരിച്ചു പോകാം എന്ന ലക്ഷ്യത്തോടെയാണ് ബാബു ഈ പ്രസ്ഥാനം തുടങ്ങി വെക്കുന്നത്. നല്ല ആഹാരങ്ങളും നല്ല പാത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് അനേകം കാര്യങ്ങളും ഈ ഷോപ്പിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ധാരാളം വൈറസുകളുടെ ആക്രമണങ്ങളുമെല്ലാം ഒരുപാട് രോഗങ്ങൾ പടർത്തുന്ന ഒരു പുതിയ കാലത്തിലൂടെയാണ് നാം. അത്തരമൊരു സന്ദർഭത്തിൽ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും എല്ലാം അതിപ്രസരമില്ലാത്ത വിഭവങ്ങൾ, ആ വിഭവങ്ങൾ വിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന നിലയിൽ സവിശേഷമായ പ്രാധാന്യം ലക്ഷ്മി നാച്ചുറൽസിനുണ്ട്. തീർച്ചയായും എല്ലാവരും കൂടെ വരികയും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യുന്നത് തീർച്ചയായും അവരുടെ ജീവിതത്തിനും അവരുടെ ആരോഗ്യത്തിനും അനുഗ്രഹമായിരിക്കും. ആ നിലയിൽ ഈ സംരംഭം ലക്ഷ്മി നാച്ചുറൽസ് എന്ന ഈ സംരംഭം വിജയകരമായി മാറട്ടെ. ശ്രീ ബാബുവും വേണിയും എല്ലാം അവരുടെ പ്രിയപ്പെട്ട മാതാവ് ലക്ഷ്മിയുടെ പേരിൽ ആരംഭിച്ചെടുത്തതായി സംരംഭം വിജയിക്കട്ടെ. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ ഈ സംരംഭം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന പാത്രം അത് ഈ ജൈവസമ്പുഷ്ടമായ പ്ലേറ്റായി മാറുകയും അത് നമുക്ക് കഴിക്കാമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായ നിലയ്ക്കുള്ള കാർഷിക സമ്പ്രദായങ്ങളും അതിൻ്റെ ഉൽപ്പന്നങ്ങളും നമ്മുടെ നാട്ടിൽ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് മുമ്പിലുള്ളത്. തീർച്ചയായും ഈ സംരംഭം നാടിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും താല്പര്യങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു സംരംഭമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടിച്ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംരംഭം ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് തികച്ചും അഭിനന്ദനാർഹമാണ്. അതിൻ്റെ ഭാഗമായി ഈ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ ഭക്തിയെയും എല്ലാ നിലയ്ക്കും ബ്ലോക്ക് പഞ്ചായത്തിനും വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ സംരംഭം എല്ലാ അർത്ഥത്തിലും വിജയിക്കട്ടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആശംസകൾ. നമ്മുടെ നാട് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള കാര്യങ്ങൾ. അപ്പം അതിനൊക്കെ കാരണമാകുന്നത് പ്രധാനമായും വലിയ തോതിൽ നമ്മളുടെ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യമാണ്. അത്തരത്തിലുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ നാടിനെ ഒരു മാലിന്യമുക്ത നവകേരളമാക്കി മാറ്റാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മളുടെ സംസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഉദ്യമത്തിനായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, പ്ലേറ്റുകൾ എന്നിവ നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം വലിയ രീതിയിൽ നാട്ടിലേക്ക് അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ പ്ലേറ്റുകളും ഗ്ലാസുകളും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ മാറ്റി അതിനും പകരം മറ്റൊരു ഉൽപ്പന്നം നമ്മളിപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. വലിച്ചെറിയപ്പെടാതെ നമുക്ക് ആ പ്ലേറ്റ് പോലും ഭക്ഷണമാക്കാൻ കഴിയുന്ന രീതിയിൽ ഇത്തരമൊരു പ്രൊഡക്റ്റുമായി നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ള ആ മാലിന്യമുക്ത നവകേരളത്തിന് വലിയൊരു ഉദാഹരണമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മളുടെ നാടിൻ്റെ നിലനിൽപ്പിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ MLA സൂചിപ്പിച്ചതുപോലെ വൈപ്പിൻ മണ്ഡലത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംരംഭം ആദ്യമായിട്ടാണ്. ഈ സംരംഭം വിജയിപ്പിക്കേണ്ടത് സംരംഭകരുടെ മാത്രം ആവശ്യമല്ല, നമ്മുടെ നാടിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം നമ്മുടെ നാടിന് വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ സംരംഭത്തിന് മുഴുവൻ വിജയാശംസകൾ കുഴിപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി. മാലിന്യമുക്ത നവകേരളം എന്ന സർക്കാരിൻ്റെ ആശയം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഇന്നത്തെ ദിവസം. അതിന് മുൻകൈയെടുത്ത് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കുഴിപ്പള്ളി സർവീസ് ബാങ്കിൻ്റെ ഡയറക്ടർ കൂടിയാണ്. ആ നല്ല ആശയം ജനങ്ങൾക്കും സമൂഹത്തിനും വളരെയധികം ഗംഭീരമാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുകയാണ്. ബാബുവിൻ്റെ കുടുംബത്തിലും അതുപോലെ സമൂഹത്തിലും ഉൾപ്പെടുത്താൻ വരട്ടെ. ഈ സന്ദേശം നല്ല രീതിയിൽ ഭക്ഷണം എന്ന് പറയുന്നത് മരുന്നാണ്. ആ ഭക്ഷണം തന്നെ അത് വിഷമാകരുത്. സമൂഹത്തിന് അത് ജൈവമായിട്ട് കേരളം
പഞ്ചായത്ത് അതിർത്തിയിൽ മാലിന്യമുക്ത പരിപാടി ഏതാണ്ട് എറണാകുളം ജില്ലയിലെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് കുഴിപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ വലിയ വ്യാപകമായ പ്രചരണാർത്ഥം ഈ 12-ാം തീയതി കുഴിപ്പള്ളി പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും കാൽനട പ്രചരണ ജാഥ നടത്താൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ആ പരിപാടിക്ക് മുന്നോടിയായിട്ട് തന്നെ ഇത്തരത്തിൽ ശ്രീ സാബു ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച് നമ്മുടെ പ്രദേശം മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം സംരംഭം തുടങ്ങിയതിന് ശ്രീ ബാബുവിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നുണ്ട്. നാട്ടുകാരെ, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ബാബു ലക്ഷ്മി നാച്ചുറൽ എന്നൊരു സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടുകാർക്ക് വളരെ ഗുണകരമാവുന്ന ഈ പരിപാടി നമ്മുടെ സമൂഹം അതിന് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ അത് വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള എല്ലാവരുടെ ശ്രമം അദ്ദേഹത്തിന് ഉണ്ടാകണം. ഇതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നേട്ടവും അടുത്ത ഈ കൊല്ലമാകുമ്പോൾ ഇതിലും വലിയൊരു സ്ഥാപനമായി വളർത്തുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെ സഹകരണം ഒരിക്കൽ കൂടി ഇതിലുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിന് നല്ലൊരു ഭാവിയും നന്മയും നേർന്നുകൊണ്ട് ബാബുവായിട്ടുള്ള സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ലക്ഷ്മി നാച്ചുറൽസ് എന്ന സ്ഥാപനമാണ്. അദ്ദേഹത്തെ പ്രസിഡന്റ് MLA പറഞ്ഞതുപോലെ നമ്മുടെ മറ്റൊരു പ്രാസംഗികർ പറഞ്ഞ പോലെ പ്രകൃതി നാച്ചുറൽ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ സംരംഭം വളരെയധികം ആരോഗ്യത്തിനും പുതിയൊരു തലമുറയ്ക്ക് ഉയരുന്നതാണ്. സ്ഥാപനം തുടങ്ങി വെച്ച ഈ സംരംഭം എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. അതോടൊപ്പം ഈ സംരംഭം അങ്ങേയറ്റം വിജയിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മാലിന്യമുക്തമായിട്ട് വരുന്ന ഓരോ പരിപാടിയിലും ഈ മണമുളപ്പേറ്റുകൾ ഉപയോഗിക്കുകയും പിന്നെ അത് അന്തരീക്ഷത്തിൽ തന്നെ അത് മലിനീകരണം ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു നഷ്ടപ്പെടുത്തി കളയാനുള്ള സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ ഇത് കണ്ടുപിടിച്ചാകുന്നത്. എല്ലാ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും വിവിധ സഭയുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണമുണ്ടാകുമെന്ന് ഇപ്പോഴത്തെ പറയുന്നു. നമസ്കാരം. ഇന്നിവിടെ എൻ്റെ അമ്മയുടെ പേരിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ ലക്ഷ്മി നാച്ചുറൽസ് എന്ന ഈ സ്ഥാപനത്തിലേക്ക് ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന നമ്മുടെ വൈപ്പിൻകരയിലെ പ്രിയങ്കരനായ MLA ശ്രീ K. ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സാജിത്ത്, നമ്മുടെ കുഴിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരാധ്യനായ KS നിബിൻ, വാർഡ് മെമ്പർമാർ KS രാമകൃഷ്ണൻ, ബാങ്കിൻ്റെ പ്രസിഡന്റ് CK അനന്തകൃഷ്ണൻ, ബോർഡ് മെമ്പർമാർ, വിവിധ സംഘടനകളുടെ പ്രസിഡന്റുമാർ, വിവിധ സഭാ ഭാരവാഹികൾ, അതുകൂടാതെ എൻ്റെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾ, കൂട്ടുകാർ, അയൽവാസികൾ, അതുപോലെ തന്നെ അടുത്ത സ്ഥാപനം നടത്തുന്നവർ എല്ലാവരും, അതിലുപരി വ്യാപാര ഒരു ശൃംഖല എന്ന് വളർത്തിക്കൊണ്ടുവന്ന കുഴിപ്പള്ളി പഞ്ചായത്തിനും വൈപ്പിൻ ബ്ലോക്കിലും വ്യാപാരത്തിൻ്റെ ഒരു വിവിധ മേഖലകൾ തുറന്നുകൊണ്ടിരിക്കുന്ന വ്യവസായ ഓഫീസർ ശ്രീ പ്രൊഫസർ, എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ വളരെ ഹൃദയപൂർവ്വം എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി എന്നറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ സ്ഥാപനം ഈ കേരളത്തിൽ തന്നെ എല്ലാവർക്കും ഒരു മാതൃകയാകണമെന്നും കുഴിപ്പള്ളി പഞ്ചായത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ വേരോടണമെന്നും, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ഒരു പ്രസ്ഥാനമാണ്, കുഴിപ്പള്ളി വൈപ്പിൻകരയിലെ ആദ്യത്തെ ഒരു പ്രസ്ഥാനമാണ്. ഇതെല്ലാവരും ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്നും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഈ ചെറിയൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ MLA കുറേ തിരക്കുകൾക്കിടയിലും ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയ MLAയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ വന്നിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അല്ല, ഞങ്ങള് ഈ കമ്മിറ്റി ഉണ്ടല്ലോ കാണിക്കുന്നുണ്ടോ? 2 വാക്കിലല്ല ഒതുക്കാൻ പറ്റുന്നത്. നമ്മുടെ മാലിന്യമുക്ത നവകേരളത്തിന് മാതൃകാപരമായ സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം. അതനുസരിച്ച് തന്നെ മാലിന്യമുക്തമായ ഒരു നവകേരളത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സംരംഭം വളരെ
നമ്മുടെ നാടിന് വിദേശത്തായാലും പുറത്തായാലും ഒക്കെ നല്ല രീതിയിൽ ഉതകുന്നതാണ്. അതിന് എല്ലാവിധ ആശംസകളുണ്ട്. ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു കരുതൽ എന്ന് പറയുന്നത് കരുതൽ ജയത്തിനുണ്ടാവും. നമസ്കാരം, ഞാൻ വിനോദ് കടാമംഗലം. ഗോശ്രീ വിഷൻ ചാനൽ ഇത് വൈപ്പിങ്കരയുടെ സ്വന്തം ചാനലാണ്. വൈപ്പിങ്കരയുടെ എല്ലാ വിഷയങ്ങളും വൈപ്പിങ്കരക്കാർക്ക് വേണ്ടി ലോകമെമ്പാടും അറിയിക്കുന്ന ഈ ചാനൽ, ഈ മാധ്യമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും.